80ാം സ്വാതന്ത്ര്യദിനാഘോഷ നിറവിലാണ് രാജ്യം. രാവിലെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിവർണ്ണ പതാക ഉയർത്തുന്നതോടെ ആഘോഷങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കമാകും. സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ധീരതയും ത്യാഗവും അചഞ്ചലവുമായ പ്രതിബദ്ധതയോടെയും പോരാടിയ സ്വാതന്ത്ര്യ സമര സേനാനികളെ അനുസ്മരിക്കുന്നു. വികസിത ഭാരതം കെട്ടിപ്പടുക്കുവാൻ അവരുടെ സ്വപ്നങ്ങൾ നമുക്ക് പ്രചോദനമേകുമെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തെ തുടർന്ന് രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിലും അതിർത്തി പ്രദേശങ്ങളിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ജിഷ്ണു കൃഷ്ണൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ജിഷ്ണു, സ്വാതന്ത്ര്യദിനാഘോഷ നിറവിലാണ് രാജ്യം. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. എന്തൊക്കെയാണ് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്? വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ നിറവിലാണ് രാജ്യമുള്ളത്. ഇപ്പോൾ ചെങ്കോട്ടയിൽ നടക്കുന്ന പരിപാടിയുടെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി. അവിടെ പ്രധാനമന്ത്രിയുടെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം അദ്ദേഹത്തിന്റെ വസതി സെവൻ ലോക് കല്യാൺ മാർഗിലെ വസതിയിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. നേരെ രാജ്ഘട്ടിലേക്കാണ് പോവുക. അവിടെ രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി റെഡ് ഫോർട്ടിലേക്ക് എത്തുക. അവിടെ പ്രതിരോധ മന്ത്രിയും ഒപ്പം സേനാ മേധാവിമാരും ചേർന്നുകൊണ്ട് പ്രധാനമന്ത്രിയെ സ്വീകരിക്കും. അവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നതോടുകൂടിയാണ് രാജ്യത്ത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് ഔദ്യോഗികമായിട്ടുള്ള തുടക്കമാവുക. തുടർന്ന് അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഈ വർഷം ഈ ഒരു സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ആശയമായി സർക്കാർ മുൻപോട്ട് വെച്ചിട്ടുള്ളത് യുവശക്തി ഫോർ വികസിത് ഭാരത് 2047 എന്ന ആശയത്തോടു കൂടിയാണ് ഈ ആഘോഷ പരിപാടികൾ നടക്കുന്നത്. ഒപ്പം മറ്റൊരു പ്രത്യേകത, ഈ ദേശീയ പതാക ഉയർത്തുന്ന ചടങ്ങിൽ ഇത്തവണ വന്ദേ മാതരവും ആലപിക്കും എന്നുള്ളതാണ്. വന്ദേ മാതരത്തിന്റെ 180 വർഷത്തെ ആഘോഷ പരിപാടികളുടെ ഭാഗമായി കൂടിയാണ് ഒരു പ്രത്യേക അധികാരങ്ങൾ അല്ലെങ്കിൽ നിയമനിർമ്മാണം തന്നെ കേന്ദ്ര സർക്കാർ ഈ വന്ദേ മാതരത്തിന് വേണ്ടി നടത്തിയിരുന്നു. ഇത്തവണ ചെങ്കോട്ടയിൽ നടക്കുന്ന ചടങ്ങിൽ വന്ദേ മാതരവും ആലപിക്കും. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹ മാധ്യമങ്ങളിലൂടെ രാജ്യത്തിന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനികളെ അനുസ്മരിച്ച അദ്ദേഹം അവരുടെ സ്വപ്നങ്ങൾ രാജ്യത്തിന്റെ മുൻപോട്ട് പോക്കിന് കരുത്താകും. രാജ്യത്ത് 140 കോടി ജനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് രാജ്യം പുതിയ ഉയരങ്ങൾ കീഴടക്കും എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹ മാധ്യമങ്ങളിലൂടെ നൽകിയ ഈ സന്ദേശത്തിൽ വ്യക്തമാക്കിയത്. ഇന്നലെ രാഷ്ട്രത്തിന്റെ സർവ്വസൈന്യാധിപ രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകിയിരുന്നു. ഏതായാലും രാജ്യം വലിയ ആഘോഷ നിറവിലാണ്. ആ സമയത്തും ഇത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഡൽഹിയിൽ ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട്. ഡൽഹിയിൽ 3 ലെയർ സുരക്ഷാ ക്രമീകരണങ്ങൾ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേക പരിശോധന മെട്രോ, റെയിൽവേ സ്റ്റേഷനുകൾ, വിമാനത്താവളങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്ഘട്ടിൽ എത്തിയിരിക്കുകയാണ്. അവിടെ മഹാത്മാഗാന്ധിജിയുടെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ആയിരിക്കും. അതിനുശേഷമായിരിക്കും അദ്ദേഹം ഇവിടെ ചെങ്കോട്ടയിലേക്ക് എത്തുക. അതിന് തൊട്ടു മുൻപായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ രാജ്ഘട്ടിൽ എത്തിയിട്ടുള്ളത്. അവിടെ പുഷ്പാർച്ചന നടത്തും. ശേഷം ചെങ്കോട്ടയിലേക്ക് എത്തും. ചെങ്കോട്ടയിലെ പരിപാടികളൊന്ന് വിശദമായി നോക്കുമ്പോൾ പ്രധാനമന്ത്രി 7:10 ചെങ്കോട്ടയിലേക്ക് എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹം എത്തുമ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സേനാ മേധാവിമാരും പ്രതിരോധ മന്ത്രിയും ചേർന്നുകൊണ്ട് പ്രധാനമന്ത്രിയെ സ്വീകരിക്കും. പിന്നീട് ചെങ്കോട്ടയ്ക്ക് മുകളിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തും. ആ ദേശീയ പതാക ഉയർത്തുന്ന സമയം 21 ഗൺ സല്യൂട്ടുകൾ, പീരങ്കികൾ മുഴങ്ങും. അത് പരമ്പരാഗത ചടങ്ങുകളുടെ ഭാഗമായാണ് അത്തരത്തിൽ ഗൺ സല്യൂട്ടുകൾ നൽകുന്നത്. ഒപ്പം അതിനുശേഷം സൈന്യത്തിന്റെ സല്യൂട്ട് ഉണ്ടാകും. തുടർന്ന് വന്ദേ മാതരം, അതിനുശേഷം ദേശീയ ഗാനം പാടും. അതിനുശേഷമായിരിക്കും വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകൾ പുഷ്പവൃഷ്ടി നടത്തുക. ശേഷം ചെങ്കോട്ടയിൽ നിന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. പ്രത്യേകിച്ച് അടുത്ത ഈ യുവാക്കളുടെ സമരമെല്ലാം നടന്ന ഘട്ടത്തിൽ രാജ്യത്തിന്റെ മുൻപോട്ട് പോക്ക് എങ്ങനെയായിരിക്കും, സർക്കാരിന്റെ നയങ്ങൾ എന്തെല്ലാമായിരിക്കും, ഇതെല്ലാം സംബന്ധിച്ച് വിശദമാക്കുന്നതായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചെങ്കോട്ടയിലെ പ്രസംഗം. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. സ്വാതന്ത്ര്യദിനാഘോഷ നിറവിലാണ് രാജ്യം. രാവിലെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിവർണ്ണ പതാക ഉയർത്തുന്നതോടെ ആഘോഷങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കമാകും.